നമസ്തേ, ധീരജ് ഹിന്ദി കറ്റാസെ സ്വാഗത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വസന്ത പാഠപുസ്തകത്തിലെ ലാഖ് കി ചൂടിയാം എന്ന പാഠത്തിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. ആദ്യ ഭാഗത്തിൽ നാം ബദലു കാക്കായെക്കുറിച്ചും കാമനാഥും അദ്ദേഹവുമായിട്ടുള്ള സ്നേഹത്തെക്കുറിച്ചും ലാഖ് കി ചൂടിയാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ പാഠപുസ്തകത്തിലെ 7-8 പേജുകൾ നോക്കാം. यदि संसार में बदलू को किसी बात से चिढ़ थी तो वह फिर कांच की चूड़ियाँ से. यदि किसी भी स्त्री के हाथों में उसे कांच की चूड़ियाँ दिख जाती तो वो अंदर ही अंदर कूट उठता और कभी कभी तो 2-4 बातें भी सुना देता. यदि संसार में ഈ ലോകത്തിൽ ബദലുക്കോ കിസി ബാത്ത് സെ ചിഡ് ഥി, ബദലുവിന് എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും സംഭവത്തിൽ ചിഡ് ദേഷ്യമുണ്ടെങ്കിൽ തോ എങ്കിൽ വോ ഫി കാഞ്ചിക്കി ചൂടിയോമി, അത് കാഞ്ചിക്കി ചൂടിയ കുപ്പിവളകളോടാണ്. ബദലു കാക്കായ്ക്ക് ഈ ലോകത്തിൽ എന്തിനോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് കുപ്പിവളകളോടാണ്. यदि किसी भी स्त्री के हाथों में उसे कांच की चूड़ियाँ दिख जाती तो, ഏതെങ്കിലും സ്ത്രീകളുടെ കയ്യിൽ ഈ കുപ്പിവള കാണുകയാണെങ്കിൽ വഹ അന്തർ ഹി മൻ കൂട്ട് ഉട്ട, അദ്ദേഹത്തിന് ഉള്ളിൽ ഭയങ്കരമായ ദേഷ്യമുണ്ടാകും. കൂട്ട് ദേഷ്യം, ചിഠ് ദേഷ്യമാണ്, കൂട്ട് ദേഷ്യം. और कभी कभी तो 2-4 बातें भी सुना देता, പലപ്പോഴും കഭി കഭി പലപ്പോഴും ചിലപ്പോഴൊക്കെ 2-4 ബാത്തെ 1-2 കാര്യങ്ങൾ 4-5 കാര്യങ്ങൾ സുനാദേത്ത പറയുന്നതും കേൾക്കാം. മുജ്സെ തോ വ ഖണ്ഡവും ബാത്തേയും കിയാ കർത്ത, എന്നോട് അദ്ദേഹം മണിക്കൂറുകളോളം ബാത്തേം കിയാ കർത്ത സംസാരിച്ചിരിക്കുമായിരുന്നു. കഭി മേരി പഠായി കെ ബാരേ മേ പൂച്ചത്ത, ചിലപ്പോൾ എൻ്റെ പഠിത്തത്തെക്കുറിച്ച് ചോദിക്കും. കഭി മേരെ ഘർ കെ ബാരേ മേ, ചിലപ്പോൾ എൻ്റെ വീടിനെ കുറിച്ച് ചോദിക്കും. കഭി ഓം കി ശഹർ കെ ജീവൻ കെ ബാരേ മേ, പിന്നെ ചിലപ്പോഴൊക്കെ എൻ്റെ പട്ടണ ജീവിതത്തെക്കുറിച്ചും അദ്ദേഹം ചോദിക്കും. ബാരേ മേ കുറിച്ച്. मैं उससे कहता कि शहर में सब कांच की चूड़ियाँ पहनते हैं. मैं उससे कहता, ഞാൻ അദ്ദേഹത്തോട് പറയും. കി എന്തെന്നാൽ ഷഹർ മേ സബ്, പട്ടണത്തിൽ എല്ലാവരും കാഞ്ച് കി ചൂടിയാം പഹൻതേ ഹെ, ഈ കുപ്പിവളകളാണ് ധരിക്കുന്നത്. തോ അപ്പോൾ വോ ഉത്തർ ദേത്ത, അദ്ദേഹം എന്നോട് മറുപടി പറയും. ഷഹർ കി ബാത്ത് ഓർ ഹേ ലല, പട്ടണത്തിലെ കാര്യങ്ങളൊക്കെ മറ്റൊന്നാണ് മോനെ, ഇവിടുത്തെ കണക്കല്ല പട്ടണത്തിൽ, അവിടെ മറ്റോരോരോ കാര്യങ്ങളല്ലേ നടക്കുന്നത്. വഹാം തു സഫീ കുച്ചു ഹോത്താഹെ, അവിടെ എല്ലാം സംഭവിക്കുന്നത്, അവിടെ എന്തും നടക്കുമല്ലോ. വഹാം തോ औरतें अपनी मर्द का हाथ पकड़कर सड़कों पर धूमती फी है, അവിടെ എന്താ ഔരത്തെ സ്ത്രീകൾ अपने मर्द का हाथ, മർദ് പതി, ഭർത്താവ്, മർദ് ക ഹാത്ത് പകട്കർ, അവിടെ സ്ത്രീകളെല്ലാവരും അവരവരുടെ ഭർത്താക്കന്മാരെ കയ്യിൽ പിടിച്ചുകൊണ്ട് സടക്കുമ്പർ ധൂമത്തി ഫീഹെ, റോഡിൽ കൂടി ഇങ്ങനെ നടക്കുകയല്ലേ. അവർ ഫിർ ഉൻകി കലായ നാജുക് ഹോത്തി ഹെ നാ, അവരുടെ കൈത്തണ്ടയാണെങ്കിൽ സോഫ്റ്റ് അല്ലേ. നാജുക് സോഫ്റ്റ്, കംസോർ വളരെ സോഫ്റ്റ് അല്ലേ. ലാഖ് കി ചൂടിയാൻ പഹനെത്തോ മോച്ചിന ആ ജായേ, ഈ ലാഖ് കൊണ്ടുണ്ടാക്കിയ ഈ വളകൾ ധരിച്ചാൽ അവരുടെ മൃദുവായ കൈകളിൽ മോച്ച് മീൻസ് പോറൽ, വൂണ്ട്, വലിയ വൂണ്ടല്ല, ചെറിയ പോറൽ ഉണ്ടായാലോ, അതുകൊണ്ടാണ് അവർ കുപ്പിവളകൾ ധരിക്കുന്നത്. ലാഖ് കി ചൂടിയാൻ കൈ കൊണ്ടുണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അത്രത്തോളം ഫിനിഷിങ് അതിനുണ്ടാകില്ല. അപ്പോൾ ഈ പട്ടണത്തിലെ പെണ്ണുങ്ങളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ കൈ വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് ഇതുകൊണ്ട് മുറിഞ്ഞാലോ, ചെറിയ പോറലൊക്കെ ഉണ്ടായാലോ, അതുകൊണ്ടാണ് അവർ കുപ്പിവളകൾ ധരിക്കുന്നത്. കഭി കഭി ബദലു മേരി അച്ചി ഖാസി ഖാത്തിർ കർത്ത, അച്ചി ഖാസി ഖാത്തിർ, ഖാസി ഖാത്തിർ എന്ന് വെച്ചാൽ സൽക്കാരം. ചിലപ്പോഴൊക്കെ കഭി കഭി പലപ്പോഴും ചിലപ്പോൾ, ബദലു മേരി ബദലു എനിക്ക്, അച്ചി ഖാസി ഖാത്തിർ ഫി കർത്ത നല്ല സൽക്കാരമൊക്കെ തരുമായിരുന്നു. जिन दिनों उसके गाय के दूध होता वह सदा मेरे लिए
മലായി ബച്ചാക്കരുത്ത. അന്നത്തെ കാലഘട്ടത്തിൽ പശുക്കളുണ്ടായിരുന്നപ്പോൾ, അദ്ദേഹത്തിന് പശുക്കളുണ്ടായിരുന്നപ്പോൾ സദാ മേരേലിയെ മലായി ബച്ചാക്കർ ദേത്ത, എനിക്ക് മലായി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മലായി പാൽക്കട്ടി, പാലുകൊണ്ടുണ്ടാക്കുന്ന പലഹാരം ഉണ്ടാക്കി വയ്ക്കുമായിരുന്നു. ആം കി ഫസൽ മേ തോ, മാമ്പഴക്കാലമാണെങ്കിൽ മൈ റോസി ഉസ്കെ ഹംസെ ദോ ചാർ ആം ഖാ ജാത്ത, ഞാൻ ദിവസവും അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും 4-5 ആം ഖാ ചാത്ത, ഖാ ആത്ത, പഴങ്ങളും തിന്നുമായിരുന്നു. परंतु इन सब बातों के अतिरिक्त जिस कारण वो मुझे अच्छा लगता वह यह था कि लगभग रोज़ ही वह मेरे लिए 1-2 गोलियां बना देता. परंतु എന്നാൽ ഇൻ സബ് ബാത്തോങ്കെ അതിരിക്ത്, ഈ കാര്യങ്ങൾക്കെല്ലാം പുറമേയായി, അതിരിക്ത് ഈ കാര്യങ്ങൾ കൂടാതെ, ജിസ് കാരൻ വ മുച്ചെ അച്ചാലകത്ത, എന്ത് കാരണം കൊണ്ടാണോ അദ്ദേഹം എനിക്ക് വളരെ പ്രിയപ്പെട്ടവനായി മാറിയത്, വഹ് എഴുത്താക്കി, അത് ഇതാണ്, കി എന്തെന്നാൽ, ലഗഫഗ് റോസ് ഹി വഹ് മേരേലിയെ, ദിവസവും അദ്ദേഹം എനിക്ക്, ലഗ്ഫഗ് ഏകദേശം, 1-2 ഗോലിയാം ബനാദത്ത, 1-2 ഗോലികൾ, എന്താണ് ഗോലികളും നിറമുള്ള ഗോലികളും ഉണ്ടാക്കി തരുമായിരുന്നു. അതാണ് എനിക്ക് അദ്ദേഹത്തോട് ഏറ്റവും കൂടുതൽ ഇഷ്ടമുണ്ടാകാനുള്ള കാരണം. അദ്ദേഹം എന്നെ നന്നായി സൽക്കരിച്ചിരുന്നു. പശുവിൻ്റെ പാല് കൊണ്ടുണ്ടാക്കിയ പാൽക്കട്ടി ഉണ്ടാക്കി തന്നിരുന്നു. മാമ്പഴക്കാലമാണെങ്കിൽ എനിക്ക് മാമ്പഴം തന്നിരുന്നു. പക്ഷേ ഇതൊന്നുമല്ല എന്നെ കൂടുതൽ ആകർഷിച്ചത്, എനിക്ക് അദ്ദേഹം ഉണ്ടാക്കി തരുന്ന ഈ ലാഖ് കൊണ്ടുള്ള ഈ ഗോലികളായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തോട് വളരെയധികം ഈ കുട്ടിയായ കാംതാനാഥിന് ഇഷ്ടം തോന്നാനുള്ള കാരണം. നെക്സ്റ്റ് പാരഗ്രാഫ്. मैं बेहुदा हर गर्मी की छुट्टी में अपने मामा के यहाँ चला जाता और एक आध महीने वहाँ रहकर स्कूल खुलने के समय तक वापस आ जाता. ഞാൻ അങ്ങനെ ബഹുധ കുറേ പ്രാവശ്യം, ബഹുത്ത് ബാർ കുറേ പ്രാവശ്യം, കുറേ വട്ടം, ഹർ ഗർമിക്ക് ചുട്ടിമേ എല്ലാ വേനലവധിയിലും, അപ്പനെ മാമാക്ക് ഹാൻ ചലാ ജാത്ത എൻ്റെ മാമൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. ഔർ ഏക് ആധ് മഹീനെ 1.5 മാസം വരെയും, വഹാം രഹക്കർ അവിടെ താമസിച്ചിട്ട്, സ്കൂൾ ഖുൽനേക്ക് സമയത്തക്ക് സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ, വാപ്പസ് ആ ജാത്ത തിരിച്ചു പോകുമായിരുന്നു. ഞാൻ എല്ലാ വേനലവധികളിലും സമ്മർ വെക്കേഷനിലും മാമൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അവിടെ 1-1.5 മാസം ചിലവഴിച്ചിട്ട് സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോൾ ഞാൻ തിരിച്ച് പോകുമായിരുന്നു. परंतु 2-3 बार ही मैं अपने मामा के यहाँ गया होऊंगा, तभी मेरे पिता की एक दूर के शहर में बदलती हो गई. എന്നാൽ 2-3 ബാർ ഹി മൈ അപ്പനെ മാമാക്ക് യഹാ ഗയാ ഹോവുങ്ക, എനിക്ക് 2-3 പ്രാവശ്യം മാത്രമേ ആ മാമായുടെ അടുത്ത് പിന്നീട് പോകാൻ കഴിഞ്ഞുള്ളൂ. ഈ സംഭവം നടന്നതിന് ശേഷം പിന്നീട് എനിക്ക് കുറേ നാളൊന്നും പോകാൻ പറ്റി, 2-3 പ്രാവശ്യം കൂടെ പോകാൻ പറ്റിയുള്ളൂ. തഭി മേരെ പിതാക്കി ഏകു ദൂർ കെ ശഹർ മേ ബദൽത്തി ഹോ ഗയി, അപ്പോഴേക്കും എൻ്റെ അച്ഛന് വളരെ ദൂരത്തേക്ക് ബദലി ഹോ ഗയി, ട്രാൻസ്ഫറായി, സ്ഥലം മാറ്റം ലഭിച്ചു. एक लंबी अवधि तक मैं अपने मामा के गाँव न जा सका. അതുകൊണ്ട് പിന്നീടുണ്ടായ വളരെ കാലം, ലംബീദർ വളരെ വർഷങ്ങളോളം എനിക്ക് മേരെ മാമാ കെ ഗാവ് ന ജാ സക പോകാനായിട്ട് കഴിഞ്ഞില്ല. तब लगभग 8-10 वर्ष के बाद जब मैं वहाँ गया तो इतना बड़ा हो चुका था कि लाख की गोलियों में मेरी रुचि नहीं रह गई. പിന്നീട് തബ് ഇപ്പോൾ ലഗ്ഭഗ് 8-10 വർഷ കെ ബാദ്, ഒരു 8-10 വർഷത്തിന് ശേഷം, മൈ വഹാം ഗയാത്തോ ഞാൻ അവിടെ പോയപ്പോൾ,
ഇത്തനാ ബെഡാ ഹോ ചുകാക്കി, ഞാൻ ഇത്രത്തോളം വളർന്നിരുന്നു. എത്രത്തോളമാണ്? ലാഖ് ഗോലിയോ മേ മേരി രുചി നഹി രഹ് ഗയി ഥി, ഈ ലാഖ് കൊണ്ടുണ്ടാക്കിയ ഈ ഗോലികൾക്ക് അത്രത്തോളം ഇഷ്ടമൊന്നും ഉണ്ടാകാത്ത ഒരു പ്രായം ഞാൻ എത്തിക്കഴിഞ്ഞിരുന്നു. കാരണം ഒരു 5 വയസ്സോ 6 വയസ്സോ ഉള്ള കുട്ടികൾക്ക് ഈ നിറമുള്ള ഗോലികളൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്ന ആകർഷണം, അതിനുശേഷം ഒരു 10 വർഷത്തിന് ശേഷം 15 16 വയസ്സാകുമ്പോൾ അവർക്കുണ്ടാകണമെന്നില്ല. അവർക്ക് അതിനോടുള്ള ആകർഷണമെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് മറ്റ് പല വസ്തുക്കളോടുമായിരിക്കും 15 16 വയസ്സുള്ള കുട്ടികൾക്ക് ആകർഷണം ഉണ്ടാകാറുള്ളത്. ഇവിടെയും അതുപോലെ നമ്മുടെ ലേഖകന് 5 6 7 വയസ്സുള്ള സമയത്തായിരിക്കാം ഈ ബദലുവിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടാവുക. അപ്പോഴാണ് അവിടെ ഇദ്ദേഹം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഗോലികൾ അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമുണ്ടായത്. പിന്നീട് 8-10 വർഷം എന്ന് പറയുമ്പോൾ ഒരു 10-15 വയസ്സും അതിൽ കൂടുതൽ പ്രായവും ഈ ലേഖകനെന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ഗോലികളോട് യാതൊരു ഇഷ്ടവും തോന്നില്ല. അതാണ് ആ ഒരു സമയത്തിൻ്റെ പ്രത്യേകത. അതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മൈം ഇത്തന ബെഡാ ഹോ ചുകാ ഥാ കി ലാഖ് കി ഗോലിയോ മേ മേരി രുചി നഹി രഹ് ഗയി ഥി, എനിക്ക് ഈ ഗോലികളോട് യാതൊരു ഇഷ്ടവും ഉണ്ടായിരുന്നില്ല. अतः गाँव में होते हुए भी कई दिनों तक मुझे बदलू का ध्यान न आया. അതുകൊണ്ട് ഗാവുമേ ഹോത്തേ ഹുയേ ഫി, ആ ഗ്രാമത്തിലായിരുന്നിട്ടും, ഞാൻ ആ ഗ്രാമത്തിലെത്തിയിട്ടും ബഹുത്ത് ദിനോം സേ, കുറേ നാളുകളിലേക്ക്, കൈ ദിനോം തക്ക്, കുറേ ദിവസം വരെയും മുझे ബദലു കാ ധ്യാൻ ന ആയ, എനിക്ക് ഈ ബദലുവിനെ കുറിച്ച് ഓർമ്മ വന്നില്ല. इस बीच मैंने देखा कि गाँव में लगभग सभी स्त्रियां कांच की चूड़ियां पहने थी. അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു ഒരു കാര്യം. എന്താണ്? ഗാവ്മേ, ഈ ഗ്രാമത്തിൽ ലഘുഫഗ് സഫീ സ്ത്രീയാം, ഏകദേശം മിക്കവാറും എല്ലാ സ്ത്രീകളും കാഞ്ചിക്ക് ചൂടിയാം പഹനേഹേ, കുപ്പിവളകളാണ് ധരിച്ചിരിക്കുന്നത്. ഞാൻ അന്ന് 10 വർഷത്തിന് മുൻപ് കണ്ടതുപോലെ അന്ന് സ്ത്രീകളുടെ എല്ലാം കൈകളിൽ ലാഖി ചൂടിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ 8-10 വർഷത്തിന് ശേഷം ഞാനിവിടെ വന്നപ്പോൾ പെൺകുട്ടികളുടെ എല്ലാം കൈകളിൽ കുപ്പിവളകളാണുള്ളത്. വിരലേഹി ഹാത്തോമേ മൈനെ ലാഖി ചൂടിയാം തേക്കി, വിരളമായിട്ട് വളരെ ചുരുക്കം കുറച്ച് സ്ത്രീകളുടെ കൈകളിൽ മാത്രമേ എനിക്ക് ലാഖി ചൂടികൾ കാണാൻ കഴിഞ്ഞുള്ളൂ. തബ് ഏക് ദിൻ സഹസാ മുझे ബദലു കാ ധ്യാൻ ഹോ ആയ, അങ്ങനെ അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം എനിക്ക് ബദലുക്ക് ധ്യാനായ, ബദലുവിനെ കുറിച്ച് ഓർമ്മ വന്നു. ബാത് യഹ് ഹുയിക്ക്, അതിനുള്ള ഒരു സംഭവം ഇതാണ്, കാര്യം ഇതാണ്. എന്താണ്? ബർസാത്ത് മേ മേരെ മാമാക്കി ചോട്ടി ലട്കി ആംഗൻ മേ ഫിസൽ കർ ഗിർപ്പടി, മഴയിൽ മേരെ മാമാക്കി ചോട്ടി ലട്കി, എൻ്റെ മാമൻ്റെ ഇളയ മകള് ആംഗൻ മേ ഫിസൽ കർ, മുറ്റത്ത് ഫിസൽ കർ, തെന്നിയിട്ട് ഗിർപ്പടി, വീണുപോയി. ഔർ ഉസ്കെ ഹാത്ത് കി, അവളുടെ കയ്യിലുണ്ടായിരുന്ന കാഞ്ചിക്കി ചൂടി ടൂട്ട് കർ ഉസ്കി കലായി മേ ഘുസ് ഗയി, കുപ്പിവളകൾ പൊട്ടിയിട്ട് അവളുടെ കലായി റിസ്റ്റ്, കൈത്തണ്ടയിൽ ഘുസ് ഗയി, കൊണ്ടുകയറി. ഔർ ഉസ്സേ ഖൂൻ ബഹ്നെ ലഗ, എന്നിട്ട് ആ മുറിവിൽ നിന്നും രക്തം വരാൻ തുടങ്ങി, ബ്ലഡ് വരാൻ തുടങ്ങി. മേരെ മാമ ഉസ് സമയ ഘർ പർ ന ഥ, എൻ്റെ മാമൻ അപ്പോൾ വീട്ടിലുണ്ടായിരുന്നില്ല. മുझे ही उसकी മർഹം പട്ടി കർണിപ്പടി, ഞാൻ തന്നെയാണ് അവൾക്ക് ബാൻഡേജ് ചെയ്ത് കൊടുത്തത്. മർഹം എന്ന് വെച്ചാൽ പെൻസിലിൻ, കുഴമ്പ്, ദെൻ പട്ടി എന്ന് വെച്ചാൽ ബാൻഡേജ്, മർഹം പട്ടി ബാൻഡേജ് ചെയ്യുക, മരുന്ന് വെച്ച് കെട്ടുക, കർണിപ്പടി. തഫി സഹസാ മുझे ബദലു കാ ധ്യാൻ ഹോ ആയ, അപ്പോൾ പെട്ടെന്ന് ഈ കുപ്പിവളകൾ പൊട്ടുകയും കൈത്തണ്ടയിൽ കൊണ്ടുകയറുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ബദലുക്ക് ധ്യാനായ, ബദലുവിനെ കുറിച്ച് ഓർമ്മ വന്നു. അവർ മൈനെ സോച്ചാക്കി ഉസ്സേ മിൽ ജാവും, അപ്പോൾ ഞാൻ ചിന്തിച്ചു എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം, എനിക്കൊന്ന് കാണാൻ പോകണം. മിൽ ആവും, എന്താണ്, എനിക്കൊന്ന് കണ്ടുമുട്ടണം. അന്തഹ ശാം കോ മൈം ധൂംതേ ഉസ്കെ ഘർ ചലാ ഗയ, അങ്ങനെ ഞാൻ വൈകുന്നേരമായപ്പോൾ ധൂംതേ ചുറ്റി നടന്ന് ഉസ്കെ ഘർ ചലാ ഗയ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിച്ചേർന്നു. ബദലു വഹി ചബൂത്തരെ പർ നീം കെ നീച്ചെ ഏക ഘാട്ട് പർ ലേട്ടാ ഥ, ഞാൻ ചെല്ലുമ്പോൾ ബദലു വഹാം
വഹീം ബദലു അവിടെ തന്നെ ചബൂത്തരെ പർ ആ കെട്ടിയുണ്ടാക്കിയ തറയിൽ നീം കെ പീച്ചെ ആ വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ ഏക്ക് ഘാട്ട് പർ ലേട്ടാത്ത ഒരു കട്ടിലിട്ട് അവിടെ കിടക്കുകയായിരുന്നു. ഒരു കട്ടിലിന്മേൽ കിടക്കുകയാണ്. ചെല്ലുമ്പോൾ വേപ്പ് മരത്തിൻ്റെ ചുവട്ടിൽ ഒരു കട്ടിലിൽ നമ്മുടെ ബദലു കാക്ക കിടപ്പുണ്ടായിരുന്നു. ലേട്ടാത്ത ലേട്ടിന കിടക്കുക. നമസ്തേ ബദലു കാക്ക മേനെ കഹ. ചെന്നപ്പോഴേ ഞാൻ പറഞ്ഞു നമസ്തേ ബദലു കാക്ക. നമസ്തേ ഭയ്യ. उसने मेरी नमस्ते का उत्तर दिया. നമസ്തേ ഭയ്യ. നമസ്തേ ഭയ്യ. നമസ്കാരമുണ്ട് ഭായി. അദ്ദേഹം മേരി നമസ്തേ കാ ഉത്തർ ദിയ. എൻ്റെ നമസ്തേക്ക് മറുപടി പറഞ്ഞു. അവർ ഉട്കർ ഘാട്ട് പർ ബൈഠ് ഗയ. എന്നിട്ട് എഴുന്നേറ്റ് ആ കട്ടിലിൽ ഇരുന്നു. പരന്തു ഉസ്നെ മുച്ചെ പഹച്ചാനാ നഹി. എന്നാൽ ഞാൻ പറഞ്ഞത് കേട്ടു. അഭിവാദ്യം ചെയ്തപ്പോൾ പ്രത്യഭിവാദം ചെയ്തു. എഴുന്നേറ്റ് കട്ടിലിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് എന്നെ മനസ്സിലായിട്ടില്ല. മുച്ചേ പഹച്ചാനാ നഹി. എന്നെ തിരിച്ചറിഞ്ഞിട്ടേയില്ല. ഔർ ദേർ തക് മേരി ഓർ നിഹാർത്താ രഹ. കുറേ നേരം, ദേർ തക് വളരെ നേരം, മുച്ചേ നിഹാർത്താ രഹ മേരി ഓർ നിഹാർത്താ രഹ എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. നിഹാർന നോക്കി നിൽക്കുക, നിർനിമേഷം നോക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ എന്താണ്? അദ്ദേഹം വളരെ നേരത്തോളം എൻ്റെ നേർക്ക് നോക്കിക്കൊണ്ടേയിരുന്നു. मैं हूँ जनार्दन काका, आपके पास से गोलियाँ बनवा कर ले जाता था. കാക്കാജി എന്നെ മനസ്സിലായില്ലേ? മൈ ഹൂം ജനാർദൻ, ഞാനാണ് ജനാർദൻ. ആപ്കെ പാസ് താങ്കളുടെ പക്കൽ നിന്നും ഗോലിയാം ബൻവാക്കർ ലേ ജാത്താത്ത ആ ഗോലികളൊക്കെ ഉണ്ടാക്കിച്ച് കൊണ്ടുപോകുമായിരുന്നു. ബൻവാക്കർ ഉണ്ടാക്കിച്ചിട്ട്. മേനെ അപ്പന പരിചയ, ഞാൻ എന്നെ തന്നെ പരിചയപ്പെടുത്തി. അപ്പം കാമനാനാഥ് എന്ന് പറയുന്ന ഈ ലേഖകൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിൽ വിളിച്ചിരുന്ന പേരാണ് ജനാർദൻ. അതുകൊണ്ടാണ് അവിടെ വന്ന് പറഞ്ഞത് ഞാനാണ് ജനാർദൻ, ഞാൻ അങ്ങയുടെ പക്കൽ നിന്നും വളകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയിരുന്നു. ബദലു ഫിർഫി ചുപ്രഹ. ബദലു എന്നിട്ടും മിണ്ടാതെയിരുന്നു. ചുപ്രഹ മിണ്ടിയില്ല. मानो वह अपने स्मृति पटल पर അതീത് കെ ചിത്ര ഉതാർ രഹാഹോ. എനിക്ക് തോന്നി അദ്ദേഹം തൻ്റെ സ്മൃതിമണ്ഡലത്തിൽ നിന്നും, സ്മൃതിപടലങ്ങളിൽ നിന്നും, ഓർമ്മകളിൽ നിന്നും എന്താണ് അതീത് കെ ചിത്ര ഉതാർ രഹ വളരെ വ്യത്യസ്തമായ അന്ന് കണ്ട ആ മുഖം ഓർത്തെടുക്കുകയായിരിക്കും. അന്ന് 5-6 വയസ്സുള്ള കുട്ടിയിൽ നിന്നിപ്പോൾ 16-17 അല്ലെങ്കിൽ 15-16 ഒക്കെ വയസ്സായ ഒരു കുട്ടിയുടെ രൂപമാണ് മുന്നിലിരിക്കുന്നത്. അപ്പോൾ അന്നത്തെ ആ ഒരു രൂപത്തെ അദ്ദേഹം ഓർക്കുകയായിരിക്കാം. ചിത്ര ഉദാർ രഹാഹോ, ആ ചിത്രത്തിൽ നിന്നും ഈ ഒരു രൂപത്തിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായിരിക്കാം. അവർ തബ് വ ഹേക്ദം ബോലുട. പിന്നീട് അദ്ദേഹം ഒരു നിമിഷത്തിൽ പറഞ്ഞു, ആവോ ആവോ ലാല ലലാ ബൈഠോ. വരൂ വരൂ ലലാ ബൈഠോ. ലല എന്നാണ് അദ്ദേഹം പണ്ട് നമ്മുടെ ലേഖകനെ വിളിച്ചിരുന്നത്. ഇപ്പോൾ ആദ്യം അറിയാതെയാണ് ഭയ്യ എന്ന് വിളിച്ചത്. ഇപ്പോൾ ഓർമ്മ വന്നു. അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറയുന്നു, ആവോ ആവോ ലലാ ബൈഠോ. വരൂ വരൂ ലലാ ഇരിക്കൂ. ബഹുത്വദിൻ ബാദ് ഗാവായേ. വളരെ നാളുകൾക്ക് ശേഷമല്ലേ ഗ്രാമത്തിൽ വരുന്നത്. हाँ इधर आना नहीं हो सका काका. അതെ കാക്ക, എനിക്കിങ്ങോട്ട് വരാനേ കഴിഞ്ഞില്ല. നഹി സക നഹി ഹോ സക കഴിഞ്ഞില്ല കാക്ക. മൈനെ ചാർപ്പായി പർ ബൈഠത്തെ ഹുയെ ഉത്തർ ദിയ. ഞാൻ ചാർപ്പായി കട്ടിലിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിന് മറുപടി കൊടുത്തു. ഞാൻ കുറേ നാളായി വന്നിട്ട് എനിക്ക് കുറേ നാളത്തേക്ക് ഇങ്ങോട്ട് വരാൻ കഴിഞ്ഞില്ല. കാക്ക എന്നെ അതുകൊണ്ട് മനസ്സിലായി കാണില്ല. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ഞാൻ അദ്ദേഹത്തിന് മറുപടി നൽകി. അപ്പോൾ ഇതുവരെയാണ് ഈ ഒരു രണ്ടാമത്തെ ഭാഗത്തിൽ ഞാൻ പഠിപ്പിക്കുന്നത്. അടുത്ത ഭാഗവുമായിട്ട് ഞാൻ ഉടനെ തന്നെ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും. അതുവരേക്കും ധന്യവാദ്. എൻ്റെ ഈ പാഠം ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നമസ്കാരം.